ഹലോ ഫ്രണ്ട്സ്, ഇനിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. ഏതായാലും 2-3 ദിവസമായിട്ട് അലീന പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നാളെയും നമ്മുടെ അലീന പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അലീനയെ രക്ഷിക്കാനായിട്ട് ഗ്രേസിയും ആമച്ചനും നമ്മുടെ രേവതിക്കുട്ടിയും അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇന്നലെ പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു, ഇതെല്ലാം 2-3 ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീനെ ഇപ്പൊ രക്ഷിക്കാൻ വരും, നാളെ രക്ഷിക്കാൻ വരുന്നു. പക്ഷെ ഇതുവരെ നമ്മുടെ ഗ്രേസിയും ആമച്ചനും അതുപോലെ രേവതിക്കുട്ടിയും വന്നിട്ടില്ല. ഉടനെ അവരെത്തും കേട്ടോ. അപ്പൊ ഇതിന് ഇടയ്ക്ക് നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ബബിതയാണേലുണ്ടല്ലോ, ബബിത ആളൊഴിഞ്ഞ സമയം നോക്കി കാമുകനെ വിളിച്ചു കയറ്റാൻ വീണ്ടും ശ്രമിക്കുകയാണ്. അറിയാലോ നിങ്ങൾക്ക്, ബബിതയ്ക്ക് ഒരു കാമുകൻ ഉണ്ടല്ലോ, അരുൺ എന്ന് പറയുന്ന തലമുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയ ഒരു ഭ്രാന്തനെ പോലെ ഒരുത്തന്. അപ്പൊ ആ പുള്ളിക്കാരനെ അവനെ നമ്മുടെ ബബിത വിളിച്ചു പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടമാണ്, കാര്യങ്ങളൊക്കെ അമ്മയില്ല, അച്ഛനില്ല, അതുപോലെ ഇവിടെ ജോലിക്ക് നിന്ന് അവളില്ല എന്ന് പറയുമ്പോ അവൾ അവിടെ ഇല്ല എന്ന് ചോദിക്കുമ്പോ ഇല്ല അരുണേ, അവളിവിടെ ഇല്ല, അവളെയും പോലീസ് പിടിച്ചോണ്ട് പോയേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകപ്പാടെ കഷ്ടത്തിലാണല്ലോ, നിന്നെ സമാധാനിപ്പിക്കാൻ അവിടെ ആരുമില്ലേ, ഇവിടെ ഇപ്പൊ ഞാനും കൃഷ്ണമോളും മാത്രമേ ഉള്ളൂ, മിക്കവാറും കൃഷ്ണമോള് നാളെ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അലീനി ഇനിയിപ്പോ നാളെ ഇങ്ങോട്ട് വരുമോന്നും അറിയില്ല, ഏതായാലും ആ സമയം നോക്കി നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വരാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അരുൺ വരുവോ ഇല്ലയോ, അരുൺ ചിലപ്പം തന്ത്രപൂർവ്വം നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ വരത്തില്ല. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വീടല്ലേ, അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുക, ചിലപ്പോൾ അരുണും ഇതിന്റെ കൂട്ടത്തിൽ പ്രതിയൊക്കെ ആകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ വരാതിരിക്കും നമ്മുടെ അരുൺ. അപ്പം അത് വരുവോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും അരുൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. പക്ഷെ ബബിതയ്ക്ക് ഇവിടെ വേറൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. നമ്മുടെ ഹരി കാര്യങ്ങളൊക്കെ പോലീസിനോട് വെട്ടി തുറന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഹരി എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ ഞാന് ഇങ്ങനെ ബബിതേനെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്റെ അച്ഛന്റെ പെങ്ങടെ മകളാണ് ബബിത. അപ്പൊ അവൾക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ റിലേഷനിൽ ഒരു പയ്യനുമായിട്ട് അവൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടു, അത് ഫോണിൽ പകർത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം നോവലിന്റെ ബേസിലാണ് കഥ പറയുന്നത്. ചിലപ്പോൾ ഇത് നാളെ വന്നേക്കാം, ചിലപ്പോൾ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നോവലിന്റെ ബേസിലാണ് ഞാനിപ്പോ പറഞ്ഞു പോകുന്നത്. അപ്പൊ ചിലപ്പോൾ നാളെ ഇത് കണ്ടില്ലെന്ന് വരാം, പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്കൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നോവലിൽ കഥ പോകുന്നത് എങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹരിയുടെ ഫോൺ സെർച്ച് ചെയ്യുമല്ലോ പോലീസ്, ഹരിയുടെ ഫോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയുടെ ഫോണിനകത്തുനിന്ന് ആ ഒരു വീഡിയോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹരി പറഞ്ഞായിരുന്നല്ലോ ആ വീഡിയോ അങ്ങാണ്ട് എന്താ പറയാ പഠിച്ചിട്ടോ അങ്ങാണ്ട് പഠിച്ചപ്പോഴങ്ങാണ്ട് വാട്സപ്പിൽ കയറി കിടക്കുന്നുണ്ട് ആ വീഡിയോ എന്ന് നമ്മുടെ ബബിതയോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മിക്കവാറും ഒരു കാര്യമുണ്ട്, നമ്മുടെ ബബിതയുടെ ആ ഒരു വീഡിയോ കിട്ടുന്നത് പോലീസുകാർക്ക് ഹരി പറയാതെ ആയിരിക്കാം, ചിലപ്പോൾ ഹരി പറഞ്ഞിട്ടായിരിക്കാം, പറയാതെ ആയിരിക്കാം, അത് കൺഫേം അല്ല, ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഹരി പറയാൻ ചാൻസ് കുറവാണ്, കാരണം സ്വന്തം അച്ഛന്റെ പെങ്ങളുടെ മകളെയും ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് വളരെയധികം എന്താ പറയാ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്വന്തം അച്ഛന്റെ പെങ്ങളുടെ മകളെ ചെറുക്കനും മുറപ്പെണ്ണൊക്കെ ആയിരിക്കാമെങ്കിലും ആ ഒരു ബന്ധം ഉള്ളപ്പം റേപ്പ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അപ്പം അതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും ഒരുപാട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഹരി പറയാൻ ചാൻസ് ഇല്ല. പക്ഷെ പോലീസിന്റെ കയ്യിൽ തെളിവ് സഹിതം കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് തന്റെ മകളെയും. എന്ത് കുടുംബമാണോ ഇത്, കുടുംബം ഒട്ടച്ച ഇങ്ങനെ ആക്ഷേപിക്കാനുണ്ടോ, എന്ത് കുടുംബമാണ് ഇത്, തന്റെ മകളെയും തന്റെ ഭാര്യയുടെ ആങ്ങളുടെ മകനാണ്, ഇതെന്ത് കുടുംബമാണ്, കുടുംബത്തിലെ സ്വന്തം പെങ്ങളെപ്പോലെ കരുതേണ്ട പെങ്കൊച്ചിനെ ഇവൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും നാളായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം പെങ്ങളെ അവൻ യൂസ് ചെയ്തില്ല എന്ന് ആരറിഞ്ഞു എന്ന് തൊലി ഉരിഞ്ഞു പോകില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ വരാനിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ബാലചന്ദ്രൻ പതിയെ റിക്കവർ ആയിട്ട് വന്നു. ഒരു അറ്റാക്കായി, 2 അറ്റാക്കായി. ഏതായാലും അലീനയെ പിടിച്ചോണ്ട് പോയ വിവരങ്ങളൊന്നും ബാലചന്ദ്രനോട് ആരും പറയുന്നില്ല. അലീനെ അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് വന്ന്, അലീനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു കഴിയുമ്പോഴാണ് ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. അപ്പൊ ബാലചന്ദ്രൻ അവിടെ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും, അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ അലീനയെ ഗ്രേസി മാമച്ചനും അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കുട്ടിയും തന്നെയാട്ടോ ഇറക്കാൻ പോകുന്നത്.
കുര്യച്ചൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ്റെ റിലേറ്റീവ് ആരെങ്ങാനാണ് DYSP എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ അവരെ പോയി മീറ്റ് ചെയ്യുകയാണ്. അപ്പം അവർക്ക് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടാണ് ഈ കാര്യം കേൾക്കുമ്പോൾ. പീഡന കേസൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പോയി പെടുക, അല്ലെങ്കിൽ പിന്നെ അതിന് ചുക്കാൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും ഒരു നാണക്കേടാണല്ലോ. വേറെ എന്ത് തല്ല് കേസോ വേറെ ഒക്കെ കേസാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് പീഡന കേസാണ്, അതും ബലാത്സംഗമാണ്. 3-4 പേര് കൂടി ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചതാണ്. അപ്പോൾ അത് ഭയങ്കരമധികം പ്രശ്നമായതുകൊണ്ട് തന്നെ ആ DYSP എത്രമാത്രത്തോളം അത് ഉൾക്കൊള്ളും, മാത്രമല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ അലീനയുടെ കാര്യം അറിയുമ്പോൾ, അലീനയുടെ കഥ കേൾക്കുമ്പോൾ, ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമ്മുടെ അലീനയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പം അലീന അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അലീനയെ രക്ഷിക്കണം എന്ന ആ ഒരു ഇത് തന്നെ DYSPക്കും തോന്നുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയൊക്കെ ചെന്നാണ് കേട്ടോ രക്ഷിക്കുന്നത്. അവിടെ വെച്ച് തന്നെ പക്ഷെ ഭയങ്കരമായിട്ട് ഹരാസ്മെന്റ് നമ്മുടെ രേവതിക്കുട്ടിയല്ല അലീനെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്താ പറയുക, തൻ്റെ മാനത്തിന് വില വരെ ഇടുന്നുണ്ട് പോലീസുകാർ. അപ്പം അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസും, പിന്നെ നിർബന്ധിച്ച് കേസ് പെറ്റീഷൻ കൊടുത്തേ പറ്റൂ, കേസ് കൊടുത്തേ പറ്റൂ, പരാതി എഴുതി തന്നെ പറ്റൂ, തന്നെ പീഡിപ്പിച്ചു രോഹിത്തും, തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ രോഹിത്തും ഹരിയും എന്ന് പരാതി എഴുതി തന്നിട്ടേ നിന്നെ ഇവിടെ നിന്ന് വിടത്തുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ ഈ കേസിലെ പ്രതിയാക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ നീ ഞങ്ങളുടെ മുമ്പിലൊന്ന് കണ്ണടച്ച് തരണം എന്നൊക്കെയാണ് ആ പോലീസുകാർ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും ഒരിക്കലും അലീനയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പോലീസുകാരോട് ആവുന്ന തരത്തിൽ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നെ അവർ റേപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ഇന്നലെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം കമൻസിലൊക്കെ വരുന്നുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീന വെളിയിലിറങ്ങി വന്നതിന് ശേഷം നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ രോഹിത്ത് അലീനയെ കാണുകയും അലീനയ്ക്ക് രോഹിത്തിൻ്റെ മുഖം നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നിരപരാധിയാണ് രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അലീനയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങി കഴിയുമ്പം ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഒരിക്കലും അച്ഛൻ വളർത്തിയ അച്ഛൻ്റെ മകൻ തെറ്റുകാരനല്ല, അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അച്ഛ ഈ അലീനയാണ് വാക്ക് തരുന്നത്, ഉറപ്പായിട്ടും നോക്കിക്കോ, ഞാൻ അവനെ വെളിയിൽ കൊണ്ടുവന്നിരിക്കും. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും രോഹിത്ത് വെളിയിലെത്തിയിരിക്കും. കാരണം അവൻ്റെ കണ്ണുകളിൽ അത് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും അവൻ തെറ്റുകാരനല്ല, അവനെ കൊണ്ട് ഇതിന് സാധിക്കില്ല അച്ഛാ, അതെനിക്കറിയാമെന്ന് പറയുമ്പോൾ മോളെ നിനക്കതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീന കാര്യങ്ങൾ പറയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു, വീട്ടിൽ ഒരു പെട്ടെന്ന് പോലീസുകാർ വരികയും എന്നെ തെളിവെടുപ്പിനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവർ പരമാവധി എന്നെക്കൊണ്ട് പെറ്റീഷനൊക്കെ എഴുതി മേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അച്ഛാ, പക്ഷേ ഞാൻ കൊടുത്തില്ല. കാരണം എൻ്റെ മാനം രക്ഷിക്കാനുള്ള ആ ഒരു ഇതെനിക്കുണ്ട്. ഒരിക്കലും എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഞാൻ നോയെന്ന് പറയേണ്ട സ്ഥലത്ത് നോയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ മാനവും ജീവനും ഒക്കെ രക്ഷിക്കാനുള്ള ആ ഒരു ചങ്കൂറ്റ ഉറപ്പും എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്തിനു പരാതി കൊടുക്കുന്നു. മാത്രമല്ല രോഹിത്തും അതിൽ ഉൾപ്പെടും, അതെനിക്ക് ഒരിക്കലും സഹിക്കില്ല. എൻ്റെ സ്വന്തം ആങ്ങളെയാണ്, അച്ഛനറിയാലോ, എൻ്റെ സ്വന്തം രക്തമാണ്. അപ്പം ഞാൻ എങ്ങനെ അത് സഹിക്കും? ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് അവർ നിർബന്ധിച്ച് പരാതി എഴുതി ഒപ്പിടയ്ക്കാൻ തുടങ്ങിയപ്പം അവിടുത്തെ DYSP വന്നു. നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസി ആൻറ്റി മാമച്ചനങ്ങളും ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശം ആയിരുന്നു. പിന്നെ ഈ പോലീസുകാരിൽ എല്ലാവരും അത്രയ്ക്ക് നല്ലവരൊന്നും അല്ല അച്ഛാ. രോഹിത്തിൻ്റെ കണ്ണുകളിൽ എനിക്കറിയായിരുന്നു അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അവൻ്റെ കണ്ണുകൾ കാണുമ്പോൾ എനിക്കറിയാം അവൻ എൻ്റെ സഹോദരനല്ലേ, അവനറിയാം അവൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരികയാണ്, ഞാൻ ഇനിയിപ്പം എൻ്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിലവനില്ല എങ്കിൽ ഉറപ്പായിട്ടും അവനെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വരും. ഇത് അച്ഛന് തരുന്ന വാക്കാണ്, ഇത് മകൾ അച്ഛന് തരുന്ന വാക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ ജീവൻ പോയാലും ഞാൻ അവനെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അലീന ബാലചന്ദ്രന് വാക്ക് കൊടുക്കുന്നത്. ഏതായാലും ബാലചന്ദ്രൻ റിക്കവറൊക്കെ ആയിട്ടൊക്കെ വീട്ടിലെത്തുന്നുണ്ട്. ഏതായാലും കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. വളരെയധികം സങ്കടകരമായ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ
രേവതിക്കുട്ടീനെയും ഗ്രേസിനെയും മാമച്ചനെയൊക്കെ വിളിച്ച് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മകളെ രക്ഷിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ല, നിങ്ങൾക്കാണല്ലോ രക്ഷിക്കാൻ പറ്റിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, എനിക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞങ്ങൾ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നതൊക്കെ അല്ലായിരിക്കാം, പക്ഷെ എൻ്റെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് അലീന ചേച്ചി തന്നെയാണ്. എല്ലാമാണ് അലീന ചേച്ചി. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ രക്ഷിക്കുക? അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്ത് വെളിയിലിറങ്ങിയ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രോഹിത്തിനെ വെളിയിലിറക്കുകയാണ്. അത് ശരണ്യ പ്രകാരം തന്നെയാണ് രോഹിത്തിനെ വെളിയിലിറക്കുന്നത്. വളരെയധികം റിസ്ക് എടുത്ത് നമ്മുടെ അലീന ശരണ്യയെ കാണാൻ പോവുകയും ശരണ്യയെ സമീപിക്കുകയും അതുപോലെ തന്നെ ശരണ്യയുടെ മൊഴി പോലീസ് എടുക്കുമ്പോൾ രോഹിത്ത് അതിൽ കുറ്റക്കാരനല്ല, അവനെ ഞാൻ കണ്ടിട്ടില്ല, അവനില്ലായിരുന്നു ഈ കൂട്ടത്തിൽ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു മൊഴി കേട്ട് കഴിയുമ്പോഴത്തേക്കും പോലീസുകാർക്ക് കുറച്ചും കൂടെ വ്യക്തമാകണം. അപ്പം ശരണ്യനെ നിർബന്ധിച്ച് ശരണ്യയുടെ മൊഴി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അലീന തന്നെയാണ് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു അതിജീവിയുടെ ഇത് വേണം, മൊഴി വേണം, അല്ലാതെ ഇപ്പം പ്രതികൾ ആരാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന കുറേ അധികം വാദിക്കുന്നുണ്ട്. കുറേയധികം അലീനയുടെ ഒരു നിർബന്ധം കാരണമാണ് നമ്മുടെ ശരണ്യനെ രംഗത്ത് കൊണ്ടുവരുന്നതും. അങ്ങനെ ശരണ്യയെ ആരാണെന്നോ ഒന്നും പുറലോകം അറിയുന്നില്ല, പക്ഷേ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ശരണ്യയുടെ രഹസ്യ മൊഴി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ രോഹിത്ത് നിരപരാധിയാണെന്ന് അറിയുന്നത് കേട്ടോ. അങ്ങനെ രോഹിത്ത് വെളിയിലിറങ്ങുന്നുണ്ട്. രോഹിത്ത് വെളിയിലിറങ്ങി അലീന തന്നെയാണ് രോഹിത്തിനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എത്തിച്ച് നിർത്തുന്നത്. എന്നിട്ട് ഇതാണ്, ഞാൻ അച്ഛനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു, ഇതേ അച്ഛൻ്റെ മോനെ ഒരു കേടുപാടും ഇല്ലാതെ അച്ഛൻ്റെ മോനെ ഞാൻ കൊണ്ടു തന്നിരിക്കുകയാണ്. ഇത് അച്ഛൻ്റെ മകൻ, ഇന്ന് അച്ഛൻ്റെ മകനെ ഇനി അച്ഛൻ സ്വീകരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അലീന കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഏതായാലും രോഹിത്ത് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അലീനയോട്. തൻ്റെ ജീവൻ രക്ഷിച്ചത് അലീനയാണെന്നും അലീനയുടെ മഹത്വം എന്താണെന്നും അലീന ആരാണെന്നും എല്ലാം നമ്മുടെ രോഹിത്ത് അറിയാൻ പോവുകയാണ്. ഏതായാലും നമ്മുടെ അലീനയ്ക്ക് ഒരു സപ്പോർട്ടും കൂടെ ആ വീട്ടിൽ നിന്ന് ഉണ്ടാകാൻ പോവുകയാണ് നമ്മുടെ രോഹിത്ത്. അങ്ങനെ രോഹിത്ത് അലീനയെ സ്നേഹിക്കാൻ തുടങ്ങുകയും കരുതാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ വൈജയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പം വൈജയോട് പറയുന്നുണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അങ്ങനെ വൈജയോട് പറയുന്നുണ്ട്, എന്നെ രക്ഷിച്ചത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയായിട്ട് തന്നെയാണ് അലീന ചേച്ചിനെ ഇനി കാണുന്നതെന്ന് പറയുമ്പോൾ, ഓഹോ അപ്പം നീയും തിരിഞ്ഞല്ലേ, നിന്നെയും അവൾ കൈവശം തന്ന് തിരിച്ചതായിരിക്കും, അവൾ എന്തെങ്കിലുമൊക്കെ കൈവശം തന്ന് അവളെ എല്ലാവരെയും അങ്ങോട്ട് വശത്താക്കി വെക്കൂലോ, എൻ്റെ വശത്തുണ്ടായിരുന്ന എൻ്റെ മോളെ അവൾ തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയുടെ മെക്കിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ അലീന ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ബാലചന്ദ്രനും രോഹിത്തും കൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈജയും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ രോഹിത്തിനെ കണ്ടിട്ട് അവൻ പുറത്തിറങ്ങിയത് എങ്ങനെയാണെന്ന് പോലും അറിയാതെ ഞെട്ടുകയാണ്. അപ്പോഴാണ് രോഹിത്ത് കാര്യം പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്തെങ്കിലും നമ്മുടെ അലീനയെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ അലീനയുടെ ആ ഒരു ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച സ്ഥാനത്ത് വൈജയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അവളെ ഇറക്കിയെന്ന് ആരാ പറഞ്ഞത്? അത് നിന്റെ തന്ത പറഞ്ഞുണ്ടാക്കിയതായിരിക്കും, ഇങ്ങനെ അവളെ ഇറക്കിയതാന്ന് പറഞ്ഞ് നിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, അവളോട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഒരിക്കലും അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനാഥയായ പെണ്ണിനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെ വെറുതെയാണ്, നിന്നെ പറ്റിക്കാൻ വേണ്ടിയാണ്, എന്നെ പറ്റിക്കൽ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ മെക്കിട്ട് കയറുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻ. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും മനുവിനെ പറയുന്നില്ലല്ലോ, മനുവിനെ കാണുന്നില്ലല്ലോ എന്ന്. ഏതായാലും മനുവിനെ തടവിലാക്കി വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ കമല. എത്ര നേരം തടവിലാക്കി വെക്കാൻ പറ്റും? ഒരു രാത്രി ചിലപ്പോൾ തടവിലാക്കി വെക്കാൻ പറ്റുമായിരിക്കും. പിറ്റേ ദിവസം രാവിലെ ഏതായാലും നമ്മുടെ മനു കയറും പൊട്ടിച്ച് ഇറങ്ങി ഓടും, അത് ഉറപ്പാണ്. അപ്പം അലീനയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഗ്രേസിയും മാമച്ചനും രേവതിക്കുട്ടിയൊക്കെയാണ് വരുന്നത് എങ്കിൽ പോലും രാവിലെ ആകുമ്പോഴത്തേക്കും മനു ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമോള് വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരിങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് സന്തോഷിച്ചിരുന്ന കമലയ്ക്കാണെങ്കിൽ അലീനയെ പുറത്തിറക്കിയത്, അവളെ ആരൊക്കെ കൂടി അവളെ പുറത്തിറക്കാനായിട്ടുള്ളത്, ഇവിടെ നിന്ന് ഒരുത്തൻ ചാടാൻ നിൽക്കുന്നു അവളെ പുറത്തിറക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ മകൻ എന്നെ കൊണ്ടുപോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ ആളുമില്ലല്ലോ പുറത്തിറക്കാനെന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ ശിവനോട് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, നിന്റെ മകൻ അതുപോലെയുള്ള കാര്യമാണല്ലോ ചെയ്തത്. എടി, ഞാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അതും അവിടെ നിന്ന് നാടും വിട്ട് കൂടും വിട്ട് ഇവിടെ വന്ന് അധ്വാനിക്കുന്നത് നീ കാണുന്നതല്ലേ. നീ അല്ലായിരുന്നോ അവരെ നന്നായിട്ട് വളർത്തേണ്ടത്? നിന്റെ അടുത്തല്ലായിരുന്നോ അവരുണ്ടായിരുന്നത്? നീ എന്താ ചെയ്തത്? അവന് വളം വെച്ച് കൊടുത്തു എന്തിനും ഏതിനും, പിന്നെ നീ അങ്ങോട്ട് അനുഭവിക്കുക എന്നൊക്കെ നമ്മുടെ ശിവനും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും രോഹിത് രക്ഷപ്പെടുമ്പോൾ കമലയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹരി രക്ഷപ്പെട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിലാണ്. അപ്പോൾ രോഹിത്തിനെ രക്ഷിക്കാൻ എല്ലാവർക്കും പറ്റി, ഹരിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. രോഹിത്തും തെറ്റുകാരൻ തന്നെയാണ്. അവനെ തന്ത്രപൂർവ്വം ഈ പറയുന്ന നമ്മുടെ ബാലചന്ദ്രൻ ഇറക്കിയതാണ്. ഹരീനെ മനഃപൂർവ്വം അവിടെ ഇട്ടേക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒന്നാം പ്രതിയാണ് ഹരിയുടെ കാമുകിയായിരുന്നല്ലോ ശരണ്യ. പിന്നെ എങ്ങനെ രക്ഷിക്കാനായിട്ട് പറ്റും നമ്മുടെ ഹരീനെ? അപ്പോൾ അതൊക്കെ കേട്ടോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ ആഴ്ചത്തെ ഏകദേശം കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരുന്നത്, ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ പറഞ്ഞ കഥാഭാഗങ്ങൾ തന്നെയായിരിക്കും നാളെയും വരാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ കറക്റ്റ് നമ്മളൊരു 7:30 കൂടി ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കുമേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയും നമ്മൾ ചെയ്യുന്നുണ്ട്, രാവിലെ ഇടുന്നുണ്ട്. അത് നമ്മുടെ ജിൽജിൽ ചിന്നുവിലാട്ടോ ഇടുന്നത്. അപ്പം അതും കയറി കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.